തൃശൂർ തേക്കൻകാട് മൈതാനിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം തേടി പോലീസ്. പ്രായപൂർത്തിയാകാത്ത 2 പ്രതികളാണ് തൃശൂർ പാലിയൻ റോഡ് എടക്കളത്തൂർ വീട്ടിൽ ടോപ്പ് റെസിഡൻസിയിൽ ജോൺ ഡേവിസിന്റെ മകൻ ലിവിന്റെ കൊലപാതകത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രി 8:30 തൃശൂർ തേക്കൻകാട് മൈതാനത്ത് വടക്കനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയോട് ചേർന്ന മഴവെള്ള സംഭരണിക്കടുത്ത് പ്രതികൾ കഞ്ചാവ് വലിക്കുന്നത് ലിവിൻ ചോദ്യം ചെയ്തതാണ് കത്തിക്കുത്തിന് കാരണമായെന്നും പോലീസ് പറഞ്ഞു. ലിവിൻ ഡേവിഡ് 30 വയസ്സ് ആളുടെ കുത്തേറ്റ് പുള്ളി മരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതികളെന്ന് സംശയിക്കുന്ന 2 ജൂണൈൽസിന് ഇപ്പോൾ എനിക്ക് പേര് പറയാനില്ല. 2 പേരെയാണ് സംശയിച്ച് 2 പേരും ഇപ്പോഴും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ചോദിച്ചു വരുന്നതേ ഉള്ളൂ. മുൻവൈരാഗ്യം കൊണ്ടുവരേണ്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് 1-2 സാക്ഷികളെ കണ്ട് നാം ചോദിക്കുന്നുണ്ട്. ചോദിച്ചു വരുന്ന മുറയ്ക്ക് നമുക്ക് വ്യക്തമായിട്ട് പറയാം. കഞ്ചാവിന്റെ ഉപയോഗത്തിന് പുറമെ ഇരുവരും മദ്യലഹരിയിൽ കൂടിയായിരുന്നു. അരമണിക്കൂറോളം നീണ്ട തർക്കത്തിനൊടുവിലാണ് പ്രതിയായ 14-കാരൻ കത്തിയെടുത്ത് ലിവിനെ കുത്തിയത്. നെഞ്ചിൽ ഏറ്റ ഒരു കുത്തിൽ തന്നെ ലിവിന്റെ മരണത്തിനിടയാക്കി. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രായപൂർത്തിയാകാത്ത 2 പ്രതികളും മുൻപും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുൻപ് ഇവർക്കെതിരെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പരാതികൾ ഉണ്ടായിരുന്നെങ്കിലും ഇവർ പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. സഹപാഠിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിന് പ്രതിയായ 14-കാരനെ വില്ലിടം സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇയാളുടെ പിതാവ് 2 വർഷം മുൻപ് പറവട്ടാനിൽ നടന്ന ഗുണ്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ മുൻ വൈരാഗ്യമില്ലെന്നും പ്രതികളായ കുട്ടികൾ കഞ്ചാവിന് അടിമകളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാര്യം ഉറപ്പിക്കാൻ വൈദ്യപരിശോധനയും പോലീസ് നടത്തി. അതേസമയം കൊലപാതകത്തിന് ഉപയോഗിച്ചത് 14-കാരന്റെ കത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.